ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വർഷം 2025 LLBക്ക് ജോയിൻ ചെയ്ത 3 ഇയർ 5 ഇയർ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഒരു അവയർനെസ് ക്ലാസ് LLB ഇൻഡക്ഷൻ ക്ലാസ് പോലെ നമ്മളൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീരീസ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പറ്റിയ വീഡിയോ ചെയ്യും. അതിൻ്റെ സിലബസും അതുപോലെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാം, ഇൻറ്റേർണൽസ്, അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ബുക്സ്, പഠിക്കേണ്ട ബുക്സിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ്, സാർ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെം സബ്ജക്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, സബ്ജക്ട്സ്, അതുപോലെ തന്നെ ഇന്റേണൽ മാർക്കിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വരുന്നത്. പിന്നെ ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇനി തുടർന്ന് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ ദിസ് ചാനൽ. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ കണ്ടന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് ആദ്യം 3 ഇയറിനെ നമുക്ക് നോക്കാം. ഓക്കെ, 3 ഇയറിന് വരുമ്പോൾ നമുക്കറിയാം MG യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ ടോട്ടൽ 100 മാർക്സ് ആണ്, ടോട്ടൽ 100 മാർക്സ് ആണ്. അതിലെ 75 മാർക്ക് എക്സ്റ്റേണൽ നമ്മൾ എക്സാമിൽ എഴുതിയെടുക്കുന്നത്. പിന്നെ 25 മാർക്കാണ് നമ്മുടെ ഇൻറ്റേർണൽസ് വരുന്നത്. 25 മാർക്കാണ് നമ്മുടെ ഇൻറ്റേർണൽസ് വരുന്നത്. ആ 25 മാർക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 മാർക്ക് അറ്റൻഡൻസ്, പിന്നെ ഇൻറ്റേർണൽ, അതുപോലെ തന്നെ 10 മാർക്സ് അസൈൻമെൻറ്റ്. അങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. ഫസ്റ്റ് സെമ്മിലെ മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ടോട്ട്സ് ഉണ്ട്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഉണ്ട്, പിന്നെ ലോ ഓഫ് ക്രൈംസ് ഉണ്ട്. ഓക്കെ, ലോ ഓഫ് ക്രൈംസ് എന്ന് പറയുന്നത് പുതിയ നിയമമാണ്, ഭാരതീയ ന്യായ സംഹിതയാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ സിവിൽ CPC ആൻഡ് ലിമിറ്റേഷൻ ആക്ട്, പിന്നെ എൻവയോൺമെൻറ്റോ. അപ്പോൾ അങ്ങനെ 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ 3 ഇയറെ സംബന്ധിച്ചോളം യൂണിറ്ററിക്കാർ അവർക്ക് പിന്നെ വേറെ സബ്ജക്ട്. 5 ഇയറെ സംബന്ധിച്ചോളം BCom ആണെങ്കിൽ BCom സബ്ജക്ട്സ് ഉണ്ടാവും, BA ആണെങ്കിൽ BA സബ്ജക്ട്സും കൂടി ഉണ്ടാവും, പിന്നെ അതുപോലെ BBA ആണെങ്കിൽ BBA സബ്ജക്ട്സും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നുണ്ട് 3 ഇയറിൻ്റെ ഫസ്റ്റ് സെമ്മിലെ മെയിനുള്ള സബ്ജക്ട്. ഇനി നമുക്ക് 5 ഇയറിനെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് BCom LLBയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. അപ്പോൾ BCom LLBയുടെ സെയിം ഇൻറ്റേർണലൊക്കെ സെയിം പാറ്റേൺ 75-25 ആണ്. ടോട്ടൽ 100 മാർക്സ്. പാസ് മാർക്ക് 50%. 50% പാസ് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടെ ചേർത്തിട്ട് 50 മാർക്ക് മതി. ഇൻറ്റേർണൽ മിനിമം എത്ര ഇൻറ്റേർണൽ വേണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ 3 ഇയറിനായാലും 50 മാർക്കാണ് എന്ത് പറയുന്നത് പാസ് മാർക്ക് വരുന്നത്. അപ്പം BCom LLB ഫസ്റ്റ് സെമ്മിലാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതുപോലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ, ഞാൻ പറഞ്ഞ BCom സബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ പെർസ്പെക്റ്റീവ്സ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്. ഓക്കെ, പിന്നെ 2 ലോസ്. അപ്പോൾ 4 BCom സബ്ജക്ട്സും 2 ലോ സബ്ജക്ട്സും ആണുള്ളൂ. ലോ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ലോ ഓഫ് ടോർട്ട് ഇൻക്ലൂഡിങ് MV ആക്ട് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്, പിന്നെ എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ 1. ഇതാണ് എന്ത് ചെയ്യുന്നത് BComൻ്റെ ഫസ്റ്റ് സെം സബ്ജക്ട്സ് വരുന്നത്. പിന്നെ മാർക്ക് ഞാൻ 75-25 ക്രൈറ്റീരിയ ആണ് വരുന്നത്. ഇനി BCom പറയുമ്പോൾ തന്നെ ഞാൻ BBA LLBയുടെയും കൂടെ MG യൂണിവേഴ്സിറ്റി കൊണ്ട് BA LLB BBK പറഞ്ഞാൽ BA ഞാൻ പറയാം. BAയിൽ ഫസ്റ്റ് സെമ്മിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ഒരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററി ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ വേൾഡ് അതുണ്ട്, പിന്നെ ലോ ഓഫ് ടോട്ട്സും കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. അത് സെയിം ലോ സബ്ജക്ട്സ് സെയിം ആണ്. ഓക്കെ, BA സബ്ജക്ട്സ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് BB LLB നോക്കാം. നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ. ഓക്കെ, ലോ സബ്ജക്ട് സെയിം തന്നെയാണ്. ലോ സബ്ജക്ട്സ് ഇതൊക്കെ ലോ ഓഫ് ടോട്ട്സ് ഇൻക്ലൂഡിങ് MV ആക്ട് ആൻഡ് പ്രൊട്ടക്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ 1. BB LLBയുടെ വരുമ്പോൾ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് വരുന്നത്, പിന്നെ ബിസിനസ് എക്കണോമിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നുണ്ട് 5 ഇയറിൻ്റെ 3 കോഴ്സുകളുടെയും എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് സെമ്മിലെ പ്രധാനപ്പെട്ട സബ്ജക്ട്. BCom പിന്നെ നമ്മുടെ 3 ഇയർ ആണെങ്കിൽ പിന്നെ അങ്ങനെ പ്രശ്നമുള്ള ലോ സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് ബുക്സ് നമ്മൾ എടുക്കുക, നോട്ട്സ് ചെയ്യുക. ഫസ്റ്റ് 2 സെം എന്ന് പറയുന്നത് ബേസ് ബിൽഡിംഗ് ടൈമാണ്. ആ ബേസ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുക, കൃത്യമായിട്ട് ലെക്ചർ നോട്ട്സ് എടുക്കുക, ലൈബ്രറി പോയിട്ട് പ്രോപ്പർ ബുക്സ് എടുക്കുക, റെഫർ ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോവുക, ടീച്ചർമാരെ കൺസൾട്ട് ചെയ്യുക, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വലിയ സീനൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് ഇത് പാസ്സായി പോകുന്ന തന്നെ ഉള്ളൂ. ഓക്കെ, 5 ഇയറുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് നമുക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ഫോർ ദ കണ്ടന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ വരുന്നത്. നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.